ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റഡി ചിപ്സ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3-ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 3-ാമത്തെ യൂണിറ്റിൻ്റെ ആക്ടിവിറ്റീസാണ്. ഇൻ ഹാർമണി എന്ന 3-ാമത്തെ യൂണിറ്റിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ ഞാൻ എഴുതി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ആവശ്യമുള്ളവർക്ക് ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ആവശ്യമായ മറ്റുള്ള വിഷയങ്ങൾ പ്ലേലിസ്റ്റ് നോക്കിയാൽ ലഭിക്കുന്നതാണ്. ആക്ടിവിറ്റി 1, ഐഡൻറ്റിഫൈ അപ്രോപ്രിയേറ്റ് പെയേഴ്സ് ഓഫ് വേർഡ്സ് ഫ്രം ദി ടേബിൾ. ഫസ്റ്റത്തെ ആക്ടിവിറ്റി എന്താണ്? ഇതിൻ്റെ പെയേഴ്സ്, ജോഡികൾ കണ്ടുപിടിക്കാനാണ്. ഈ ടേബിളിലുള്ള ജോഡികളെ, പെയേഴ്സിനെ കണ്ടുപിടിക്കാൻ. അതായത് ഫസ്റ്റ് ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, ബീസ് ബസ്ഡ്. അല്ലേ, ബീസ് എന്താണ് ചെയ്യുന്നത്? തേനീച്ചകൾ എന്താ ചെയ്യുക? ബസ് എന്ന് പറഞ്ഞ സൗണ്ടെല്ലാം ഉണ്ടാക്കുക. ബീസ് ബസ്ഡ്. അങ്ങനത്തെ ജോഡികളെ, പെയേഴ്സിനെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഈ ടേബിളിലുള്ള ഇതിൽ തന്നിട്ടുള്ളത് പെയറുകൾ, ജോഡികളാക്കി എഴുതാനാണ് പറഞ്ഞത്. ബീസ് ബസ്ഡ്, അല്ലേ, ബസ് പറഞ്ഞ സൗണ്ടാണ് ഉണ്ടാക്കാറ്. തേനീച്ചകൾ, അല്ലേ, സ്നേക്ക് എന്താണ്? ചീറ്റുകയാണ് ചെയ്യാറ്. ഹിസ്ഡ്. ചീറ്റുക എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് ഹിസ്ഡ് എന്നാണ്. അടുത്ത് ക്ലോക്കിൻ്റെ സൗണ്ട് എന്താണ്? ടിക്ക്ഡ്. ടിക് ടിക്ക് എന്നുള്ള സൗണ്ടെല്ലാം ഉണ്ടാക്കുക. അപ്പോൾ ക്ലോക്ക്, ടിക്ക്ഡ്. അങ്ങനെ പെയേഴ്സ് ആക്കിയിട്ട് എഴുതാനാണ് പറഞ്ഞത്. ബീസ് ബസ്ഡ്, സ്നേക്ക് ഹിസ്ഡ്, ക്ലോക്ക് ടിക്ക്ഡ്. ടിക് ടിക്ക് എന്ന് പറഞ്ഞ സൗണ്ടെല്ലാം ഉണ്ടാക്കാറ്. ബേബി, അല്ലേ, നെക്സ്റ്റ് ബേബി എന്താണ്? ഗിഗിൾഡ്. പൊട്ടിച്ചിരിക്കുക, കുലുങ്ങിച്ചിരിക്കുക, അതിനാണ് ഗിഗിൾഡ്. ബെൽസ്, ബെല്ലെന്താണ്? ജിങ്കിൾഡ്. ജിങ്കിൾഡ്. ജിങ്കിൾ ബെൽസ്, ജിങ്കിൾ ബെൽസ് എന്ന സോങ് കിട്ടില്ല. അതായത് ബെല്ല് മുയങ്ങ, അതിനാണ് ജിങ്കിൾ ബെൽസ്. ബെല്ല്, ജിങ്കിൾസ്. ദെൻ ലീവ്സ് റസിൽഡ്. ഇലകൾ കാറ്റിലാടുന്നതിനെയാണ് ലീവ്സ് റസിൽഡ്. അപ്പോൾ നമ്മളെന്താണ്? ജോഡികളെ ഇവിടുന്ന് കണ്ടെത്തിയിട്ട് എഴുതാനാണ്. ജോഡിയാക്കി, പെയേഴ്സാക്കി. ബീസ് ബസ്ഡ്, സ്നേക്ക് ഹിസ്ഡ്, ക്ലോക്ക് ടിക്ക്ഡ്, ബേബി ഗിഗിൾഡ്, ബെൽസ് ജിങ്കിൾഡ്, ലീവ്സ് റസിൽഡ്. ഇപ്പോൾ പെയറുകൾ ഉണ്ടാക്കുന്നത് മനസ്സിലായില്ല. അതിൻ്റെ സൗണ്ട്, അതിനോട് മാച്ച് ആയിട്ടുള്ളത് ഇതിന്ന് എടുത്ത് എഴുതിയിട്ട് പെയറുകൾ, ജോഡികളാക്കി എഴുതാനാണ്. അല്ലേ, തേനീച്ച മൂളുകയാണ്, ബസ് പറഞ്ഞിട്ടില്ലേ. സ്നേക്ക് ഹിസ്ഡ്, ചീറ്റയാണ് ചെയ്യുക. ക്ലോക്ക് ടിക് ടിക് എന്ന് പറഞ്ഞ സൗണ്ട് ഉണ്ടാക്കുകയാണ്. ബേബി ഗിഗിൾഡ്. കണ്ടോ, ആ ഒരു പെയർ ജോഡികളാക്കി എഴുതുക. ആക്ടിവിറ്റി 2, ഇനി നമുക്ക് ചെയ്യാനുള്ള രണ്ടാമത്തെ ആക്ടിവിറ്റി എന്താണ്? ദി ക്രോ സോ റോക്കി ട്രൈയിങ് ടു ക്ലൈംബ് അപ്പ് ദി ട്രീ. അല്ലേ, ക്രോ സോ കാക്ക കണ്ടു. റോക്കി എന്താണ്? ക്ലൈംബ് അപ്പ് ദി ട്രീ, ട്രീൻ്റെ മുകളിലേക്ക് കയറാൻ നോക്കുന്നത്, ട്രൈ ചെയ്യുന്നത് നമ്മുടെ കാക്ക കണ്ടു. അല്ലേ, ഹെർ നെസ്റ്റ് വാസ് ഓൺ ദാറ്റ് ട്രീ. അല്ലേ, അവളുടെ കൂടെ എന്താണ്? ആ മരത്തിലായിരുന്നു. വാട്ട് വുഡ് ബി ഹെർ തോട്ട്സ്. അല്ലേ, അങ്ങനെയാണെങ്കിൽ അവരുടെ തോട്ട്സ്, ചിന്തകൾ എന്തൊക്കെയായിരിക്കും? അല്ലേ, തോട്ട്സിലെ റോക്കി മരത്തിലേക്ക് ഇങ്ങനെ കയറാൻ പോവുകയാണ്. അപ്പോൾ അവർക്ക് എന്താണ്? പേടി ഉണ്ടാവില്ലേ? എൻ്റെ കുഞ്ഞുങ്ങൾ എന്താണ്? ആ മരത്തിൻ്റെ മുകളിലാണ്, അവൻ എന്തെങ്കിലും ചെയ്യോ, അല്ലെ ആ കൂട് പൊട്ടുമോ എന്നുള്ള പേടികളൊക്കെ ഉണ്ടാവും. ആ ചിന്തകൾ ഇവിടെ ഇതാ, തോട്ട്സ് എഴുതാനാണ് പറഞ്ഞത്. നമ്മൾ എന്തൊക്കെ ചിന്തിക്കൂലേ? ആ നായി എന്നെ കടിക്കാൻ വരുമോ, ഓനോ അയ്യോ ഞാനിപ്പോൾ എന്ത് ചെയ്യും, ഞാൻ ഓടണോ, അങ്ങനെയൊക്കെ ചിന്തിക്കില്ല. ആ ഒരു ഫീലിങ്സോടെ വേണം നമ്മൾ ചിന്തകൾ എഴുതാൻ വേണ്ടിയിട്ട്. ചിന്തിക്കണം, തോട്ട്സ് ആണ്, ചിന്തകൾ എഴുതാനാണ് പറഞ്ഞത്. ഓ നോ, ദി ഡോഗ് ഈസ് ട്രൈയിങ് ടു ക്ലൈംബ് ദി ട്രീ. അയ്യോ, ആ ഡോഗ്, ആ നായ എന്താണ്? മരത്തിൽ കയറാൻ നോക്കുന്നുണ്ട്. മൈ ചിക്സ് ആർ ഹംഗ്രി ആൻഡ് ഇൻ ദി നെസ്റ്റ് അപ്പ് ദർ. എൻ്റെ കുട്ടികൾ എന്താണ്? ആ കൂട്ടിലാണ്, മരത്തിൻ്റെ മുകളിലുള്ള ആ കൂട്ടിൽ വിശന്നിരിക്കുകയാണ്. വിൽ ദി ഡോഗ് ഡിസ്ട്രോയ് ദി നെസ്റ്റ്. ആ ഡോഗ് എൻ്റെ കൂട് തകർക്കുമോ? വിൽ ഇറ്റ് ഹേർട്ട് മൈ ചിക്സ്. അതെൻ്റെ കുട്ടികളെ ഹേർട്ട് ചെയ്യുമോ, അല്ലേ, ഉപദ്രവിക്കുമോ? ഐ മസ്റ്റ് പ്രൊട്ടക്ട് ദം. ഞാൻ എന്തായാലും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം, സംരക്ഷിക്കണം. ഐ വിൽ പെക്ക് അറ്റ് ദി ഡോഗ്സ് ഹെഡ് ആൻഡ് സ്കെയർ ഇറ്റ് അവേ. ഞാൻ അതിൻ്റെ തലക്കൊരു കൊത്തു കൊടുക്കൂലേ, പെക്ക് ചെയ്യും, എന്നിട്ട് അതിനെ ഓടിക്കും, സ്കെയർ ചെയ്തിട്ട് പേടിപ്പിച്ച് ഓടിപ്പിക്കും എന്നൊക്കെ അങ്ങനെയൊക്കെ കാക്ക ചിന്തിക്കുകയാണല്ലേ. ആ കാക്കയുടെ ചിന്തകളില്ലേ, അതിൻ്റെ മരത്തിലേക്ക് റോക്കി മരത്തിൽ കയറാൻ നോക്കുന്നുണ്ടല്ലേ. അപ്പോൾ അതിൻ്റെ കുട്ടികൾ എന്താണ്? ആ മരത്തിലാണുള്ളത്. അപ്പോൾ ആ കാക്കയുടെ ചിന്തകൾ, തോട്ട്സ് എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ അതിങ്ങനെയൊക്കെ അല്ലേ ചിന്തിക്കുക, അല്ലേ, അതെൻ്റെ കുട്ടികളെ ഉപദ്രവിക്കുമോ, അല്ലേ എൻ്റെ കൂട് തകർക്കുമോ, അല്ലേ, ആ മരത്തിൽ കയറാൻ നോക്കുമ്പോൾ അതൊക്കെ അല്ലേ ചിന്തിക്കുക. ആക്ടിവിറ്റി 3, അല്ലേ, മൂന്നാമത്തെ ആക്ടിവിറ്റി എന്താണ്? ഒബ്സർവ് ദി പിക്ചർ. ഈ പിക്ചർ ഒബ്സർവ് ചെയ്യാൻ, നിരീക്ഷിക്കാൻ. ഡിസ്ക്രൈബ് ഇറ്റ് ഇൻ യുവർ നോട്ട്ബുക്ക്. എന്നിട്ടത് നോട്ട്ബുക്കിൽ വിശദീകരിച്ച് എഴുതാൻ, ഡിസ്ക്രൈബ് ചെയ്യാൻ. എന്തൊക്കെയാണ് ഈ പിക്ചറിൽ കാണുന്നത്? അത് ഡിസ്ക്രൈബ് ചെയ്തിട്ട്, വിവരിച്ചിട്ട് എഴുതാനാണ് പറഞ്ഞത്. എന്തൊക്കെയാണ് ഈ പിക്ചറിലുള്ളത്? എ ബേർഡ് ഈസ് സിറ്റിംഗ് ഓൺ ദി ബ്രാഞ്ച് ഓഫ് എ ട്രീ. അല്ലേ, ഒരു ബേർഡ് എന്താണ്? ഒരു മരത്തിൻ്റെ കൊമ്പിൽ ഇരിക്കുന്നുണ്ട്, സിറ്റ് ചെയ്യുന്നുണ്ട്. ബട്ടർഫ്ലൈസ് ആർ ഫ്ലൈയിങ് നിയർ ദി വാട്ടർ. അല്ലേ, ബട്ടർഫ്ലൈസ് ആർ ഫ്ലൈയിങ്. ബട്ടർഫ്ലൈസ്, പൂമ്പാറ്റകൾ പറക്കുന്നുണ്ട്. നിയർ ദി വാട്ടർ, വെള്ളത്തിൻ്റെ അടുത്ത്, വാട്ടറിൻ്റെ അടുത്തായിട്ട് പറക്കുന്നുണ്ട്. ആൻ ഓൾഡ് മാൻ ഈസ് റോയിങ് എ ബോട്ട് ഓൺ ദി റിവർ. അല്ലേ, ഒരു ഓൾഡ് മാൻ, ഒരു വയസ്സായ ഒരാൾ ബോട്ട് തൊയ്യുന്നുണ്ട്, അല്ലേ, ഒരു തോണി തൊയ്യുന്നുണ്ട്. ഓൺ ദി റിവർ, റിവറിലെ ഒരു പുഴയിൽ. എ കൗ ഈസ് ഡ്രിങ്കിങ് വാട്ടർ ഫ്രം ദി റിവർ. ഒരു കൗ, അല്ലെ, ഒരു പശു എന്താണ്? വാട്ടർ, വെള്ളം കുടിക്കുന്നുണ്ട്, ഡ്രിങ്ക് ചെയ്യുന്നുണ്ട്. ഫ്രം ദി റിവർ, റിവറിൽ നിന്ന്. എ ഡോഗ് ഈസ് റണ്ണിങ് ആൻഡ് പ്ലേയിങ് നിയർ ദി കൗ. അല്ലേ, ഒരു ഡോഗ് എന്താണ്? ഈ കൗവിൻ്റെ അടുത്തായിട്ട് റൺ ചെയ്ത് കളിക്കുന്നുണ്ട്, ഓടി കളിക്കുന്നുണ്ട്. ദി ട്രീസ് ആൻഡ് പ്ലാന്റ്സ് ആർ ഗ്രീൻ ആൻഡ് ഫുൾ ഓഫ് ലീവ്സ്. അല്ലേ, ട്രീസും പ്ലാന്റ്സും, അല്ലേ, കുറേ മരങ്ങളും പ്ലാന്റ്സ്, ചെടികളൊക്കെ എന്താണ്? നല്ല പച്ചപ്പ് നിറഞ്ഞിട്ട്, നല്ല ഗ്രീൻ കളറായിട്ട്, അല്ലേ, ആൻഡ് ഫുൾ ഓഫ് ലീവ്സ്, നല്ല ഫുള്ള് ലീവ്സും ഇലകളും ആയിട്ട് അവിടെയുണ്ട്.
ദർ ആർ റെഡ് ഫ്ലവേഴ്സ് നിയർ ദി വാട്ടർ അല്ലേ, വെള്ളത്തിൻ്റെ അടുത്തായിട്ട് റെഡ് ഫ്ലവേഴ്സ് ചുവന്ന പൂക്കളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നത് പോലെ ഈ പിക്ചറിൽ എന്തൊക്കെയാണ് ഉള്ളത് അല്ലേ, ഡോഗ് ഉണ്ട്, കൗ ഉണ്ട് അല്ലേ, എന്താണ് ബേർഡ് ഉണ്ട്, ട്രീസ് ഉണ്ട്, ചെടികൾ പ്ലാന്റ്സ് ഉണ്ട്, അതൊക്കെ എന്താണ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എഴുതിയത്. ബേർഡ് എന്താണ് സിറ്റിംഗ് ഓൺ ദി ട്രീ എന്ന് എഴുതിയാൽ മതി. ബട്ടർഫ്ലൈസ് ആർ ഫ്ലൈയിങ് അല്ലേ, ബട്ടർഫ്ലൈസ് പറക്കുന്നുണ്ട് അല്ലേ. നിങ്ങൾക്ക് അറിയുന്നത് പോലെ കൗ ഈസ് ഡ്രിങ്കിങ് വാട്ടർ ഫ്രം ദി റിവർ അല്ലേ, റിവറിൽ നിന്നാണ് വെള്ളം കുടിക്കുന്നത്. റോഗീസ് റണ്ണിങ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയുന്നത് പോലെ നിങ്ങൾക്ക് കിട്ടുന്ന വേർഡ്സ് വെച്ചിട്ട് എഴുതിയാൽ മതി. ആക്ടിവിറ്റി 4, ഇനി 4ാമത്തെ ആക്ടിവിറ്റി എന്താണ്? സം പിക്ചേഴ്സ് ഫ്രം ദി സ്റ്റോറി ആർ ഗിവൺ ഇൻ കോളം എ. ഇവിടെ കണ്ടോ, കോളം എ ഉണ്ട്, കോളം ബി ഉണ്ട് അല്ലേ. 1ാമത്തെ കോളത്തിൽ എന്താണ്, കുറച്ച് സ്റ്റോറിയിലത്തെ കുറച്ച് പിക്ചേഴ്സ്, നമ്മുടെ സ്റ്റോറിയിലുള്ള കുറച്ച് പിക്ചേഴ്സ്, ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. മാച്ച് ദം വിത്ത് ദി ഇവൻറ്റ്സ് ഇൻ കോളം ബി. കോളം ബിയിലുള്ള ഇവൻസുമായിട്ട് അതിനെ മാച്ച് ചെയ്യാനാണ് പറഞ്ഞത്, യോജിപ്പിക്കാനാണ് പറഞ്ഞത്. അതായത് ഇവിടെ കുറച്ച് സന്ദർഭങ്ങൾ തന്നിട്ടുണ്ട്, അത് ഈ പിക്ചറിൽ ഏതിനോടാണ് മാച്ച് അല്ലേ, അത് ഇതിലേതാണ്, ഇതിനോട് യോജിച്ചത് എ ആണെങ്കിൽ ഇവിടെ എ എഴുതുക, അങ്ങനെ മാച്ച് ചെയ്യാനാണ് പറഞ്ഞത്. ഫസ്റ്റ് എന്താണ്, കോളം ബിയിലുള്ള ഇവൻറ്റ്സ് നമുക്ക് വായിക്കാം. ദി ക്രോ ഗോട്ട് കോട്ട് അണ്ടർ എ ഫാളൻ ബ്രാഞ്ച് അല്ലേ, ഫാളൻ ബ്രാഞ്ച് പൊട്ടി വീണ മരക്കൊമ്പിൽ എന്താണ് കാക്ക കുടുങ്ങിയത് അല്ലേ. കുടുങ്ങിയത് എവിടെയാണ്, ഇതാ ഇവിടെ പൊട്ടി വീണ മരക്കഷ്ണത്തിൻ്റെ അടിയിലായിട്ട് കാക്ക കുടുങ്ങി കിടക്കുന്നുണ്ട്. അതേതാണ്, സി എന്നാണ് ഇവിടെ എഴുതിയതല്ലേ. അപ്പം നമ്മൾ ഇവിടെ സി എഴുതുക. ദി നെസ്റ്റ് ഫെൽ ഡൗൺ, നെസ്റ്റ് കൂട് താഴെ വീണു അല്ലേ. കൂടെ എവിടെയാണ്, ഇവിടെ വീണ് കിടക്കുന്നത്, ഫെൽ ഡൗൺ താഴെ വീണ് കിടക്കുന്നുണ്ട് അല്ലേ കൂട്. അപ്പോൾ എ എന്നുള്ളത് ഈ ബോക്സിൽ എഴുതുക. ഇവിടെ എ അല്ലേ തന്നത്. ദി ബ്രാഞ്ച് ഓഫ് ദി ട്രീ ബ്രോക്ക് ഇൻ ദി വിൻഡ് അല്ലേ, വിൻഡിൽ കാറ്റത്ത് എന്താണ്, മരത്തിൻ്റെ കൊമ്പ് പൊട്ടി, ബ്രോക്ക് ചെയ്തു, ഇതാ പൊട്ടുന്നതാ, ഇതല്ലേ ഈ സന്ദർഭമല്ലേ. ഈ പിക്ചറിലുള്ളത് ഏതായിട്ടാണ് മാച്ച് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഡി എന്നാണ്. അപ്പോൾ ഇവിടെ ഡി എന്ന് എഴുതുക. റോക്കി സേവ്ഡ് ദി മദർ ക്രോ, റോക്കി എന്താണ്, അമ്മക്കാക്കയെ രക്ഷിച്ചു അല്ലേ. റോക്കി ഇതാ ഇവിടെയുള്ള റോക്കി രക്ഷിച്ചത് എങ്ങനെയാണ്, മരം മാറ്റിയിട്ട് അല്ലേ, അമ്മക്കാക്കയെ രക്ഷിക്കുന്നുണ്ട് അല്ലേ, അതേതാണ് ബി. ഇതിൻ്റെ താഴെയായിട്ട് ഒരു ആക്ടിവിറ്റി കൂടി ഉണ്ട് അല്ലേ. റൈറ്റ് ഡൗൺ ദി ഇവൻറ്റ്സ് ഇൻ യുവർ നോട്ട്ബുക്ക് ഇൻ ഓർഡർ അല്ലേ. നിങ്ങൾ നോട്ട്ബുക്കിൽ ഇത് ഓർഡറിലാക്കിയിട്ട് ഈ ഇവൻറ്റ്സ്, ഈ നടന്ന സംഭവങ്ങൾ എന്താണ് ഓർഡറിലാക്കിയിട്ട് ക്രമത്തിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നടന്നത് ഇതിലേതാണ് അല്ലേ. ഫസ്റ്റ് എന്താണ്, ദി ബ്രാഞ്ച് ഓഫ് ദി ട്രീ ബ്രോക്ക് ഇൻ ദി വിൻഡ് അല്ലേ, കാറ്റത്ത് എന്താണ് ആ മരം പൊട്ടി വീഴുകയാണ് ആദ്യം ചെയ്തതല്ലേ. പിന്നെന്താണ്, ദി നെസ്റ്റ് ഫെൽ ഡൗൺ, ആ കാറ്റത്ത് കൊമ്പ് പൊട്ടിയതിന് ശേഷമാണ് കൂട് നിലത്ത് വീണത്. 3, ദി ക്രോ ഗോട്ട് കോട്ട് അണ്ടർ എ ഫാളൻ ബ്രാഞ്ച് അല്ലേ, എന്നിട്ടാണ് എന്താണ് ആ വീണ കൊമ്പിൻ്റെ അടിയിൽ ആ കാക്ക പെട്ടുപോകുന്നത് അല്ലേ. ദെൻ ലാസ്റ്റാണ് റോക്കി സേവ്ഡ് ദി മദർ ക്രോ, റോക്കി ആ മദർ ക്രോ അമ്മക്കാക്കയെ രക്ഷിക്കുന്നത് അല്ലെ. ഇങ്ങനെയല്ലേ കഥയിൽ നടന്നത്, നമ്മുടെ സ്റ്റോറിയിലുള്ളതുപോലെ ഓർഡറിലാക്കി ക്രമത്തിലാക്കി എഴുതാനാണ് പറഞ്ഞത്. ഇതാണ് അതിൻ്റെ ഓർഡർ. ആക്ടിവിറ്റി 5, 5ാമത്തെ ആക്ടിവിറ്റി എന്താണ്, ഡയലോഗ്സ് ഓഫ് സം ക്യാരക്ടേഴ്സ് ഇൻ ദി സ്റ്റോറി ആർ ഗിവൺ ബിലോ. ഐഡൻറ്റിഫൈ ദി സ്പീക്കർ അല്ലേ. നമ്മുടെ സ്റ്റോറിയിൽ കഥയിലുള്ള കുറച്ച് ക്യാരക്ടേഴ്സ് പറഞ്ഞ ഡയലോഗ് അല്ലേ, ഡയലോഗ് തന്നിട്ടുണ്ട്. അതാരാണ്, ആ പറയുന്നത് ആരാണ്, സ്പീക്കർ ആരാണെന്ന് കണ്ടുപിടിക്കണം, ഐഡൻറ്റിഫൈ ചെയ്യണം. പ്ലീസ് ഡോണ്ട് ഇറിറ്റേറ്റ് മീ, എന്നെ ഇറിറ്റേറ്റ് ചെയ്യരുത്, ശല്യം ചെയ്യരുതെന്ന് പറഞ്ഞത് ആരാണ്, നമ്മുടെ റോക്കി അല്ലേ. റോക്കി എന്ന് ഇവിടെ എഴുതുക. റോക്കിയാണ് പറഞ്ഞതല്ലേ, എന്താണ് പ്ലീസ് ഡോണ്ട് ഇറിറ്റേറ്റ് മീ, എന്നെ ശല്യം ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇനി നെക്സ്റ്റ് എന്താണ്, ലീവ് മീ ലെറ്റ് മീ ക്യാച്ച് ദി സ്ക്യുറൽ അല്ലേ. ലീവ് മീ, എന്നെ വിടൂ, ഞാൻ എന്താണ് അണ്ണാനെ പിടിക്കട്ടെ. അതാരാണ് പറഞ്ഞത്, അണ്ണാനെ പിടിക്കാൻ ആരാണ് പോയത് അല്ലേ, കാറ്റ്. അപ്പോൾ കാറ്റ് പറയാണ് എന്നെ വിടൂ, ഞാൻ അണ്ണാനെ പിടിക്കട്ടെ എന്നല്ലേ. അപ്പോൾ ഈ ഡയലോഗ് ആരാണ് പറഞ്ഞതെന്നാണ് ചോദിച്ചത്. അപ്പോൾ കാറ്റ്. ഹെൽപ്പ് മീ എന്ന് പറഞ്ഞത് ആരാണ്, ആ സ്പീക്കർ ആരാണ്, ഈ ഡയലോഗ് പറഞ്ഞ സ്പീക്കർ ആരാണ് പറയുന്നതെന്ന് കണ്ടുപിടിക്കാനാണ്, ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞത്. ഹെൽപ്പ് മീ എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞത് ആരാണ്, ദി മദർ ക്രോ അല്ലേ, അമ്മക്കാക്കയാണ്, മദർ ക്രോ ആണ് എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് വീണ് ഇതിൻ്റെ ബ്രാഞ്ചിൻ്റെ അടിയിൽ കൊമ്പിൻ്റെ അടിയിൽ പെട്ട് നിൽക്കുമ്പോൾ പറഞ്ഞത് അല്ലേ. അപ്പോൾ ആ സ്പീക്കറിനെ നമ്മൾ കണ്ടുപിടിച്ചു, ഐഡൻറ്റിഫൈ ചെയ്തു. ആക്ടിവിറ്റി 6, റീഡ് ദി റിഡിൽസ് ഗിവൺ ബിലോ. താഴെ തന്നിട്ടുള്ള റിഡിൽസ് വായിക്കാൻ. മേക്ക് സ്യൂട്ടബിൾ റിഡിൽസ് ആൻഡ് റൈറ്റ് ഇൻ ദി സ്പേസ് പ്രൊവൈഡഡ്. താഴെ തന്നിട്ടുള്ള സ്പേസിൽ എന്താണ് ഇതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള അനുയോജ്യമായ റിഡിൽസ് ഉണ്ടാക്കാനാണ് പറഞ്ഞത്. 2 റിഡിൽസ് ഇവിടെ തന്നിട്ടുണ്ട്. അതുപോലെ ഈ പിക്ചറിനെ നമ്മൾ റിഡിൽസ് ഉണ്ടാക്കണം. ഫസ്റ്റ് തന്നത് എന്താണ്, ഐ ഹാവ് ലോങ് ഫെതേഴ്സ്, എനിക്കെന്താണ് നീണ്ട ഫെതേഴ്സ് ഉണ്ട് അല്ലേ, തൂവലുകളുണ്ട്. ഐ ഡാൻസ് ഇൻ ദി റെയിൻ, ഞാൻ എന്താണ് മയത്ത് ഡാൻസ് കളിക്കും, നൃത്തം ചെയ്യും. ഐ ആം വെരി ബ്യൂട്ടിഫുൾ, ഞാൻ വളരെ മനോഹരിയാണ്. ഹൂ ആം ഐ, ഞാൻ ആരാണ് പീക്കോക്ക്, മയിലാണല്ലേ അല്ലേ. എങ്ങനെ ഹൂ ആം ഐ, ഞാൻ ആരാണ് അല്ലേ, ഒരു ക്വസ്റ്റ്യനിലൂടെ അത് പറയുന്നത്. അങ്ങനെ തന്നെയാണ് റിഡിൽസ് അല്ലേ. ഇത് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും അതാരാണെന്നല്ലേ. ഡാൻസ് കളിക്കും, നല്ല ബ്യൂട്ടിഫുൾ ആണെന്നൊക്കെ പറഞ്ഞാൽ ആരാണ് അല്ലേ, മയിലാണല്ലേ. ഇനി സെക്കൻഡ് വൺ എന്താണ്, മൈ ബീക്ക് ഈസ് സ്ട്രോങ്, എൻ്റെ ചുണ്ടുകൾ എന്താണ് വളരെ സ്ട്രോങ് ആണ്, നല്ല ഉറപ്പുള്ളതാണ്. ഐ പെക്ക് ഓൺ ട്രീസ്, ഞാൻ മരത്തിൽ എന്താണ് ഇങ്ങനെ പെക്ക് ചെയ്യും, കൊത്തും. ഐ ഹാവ് എ ഫെദർ ക്രൗൺ, എനിക്കെന്താണ് തൂവൽ കൊണ്ടുള്ളൊരു കിരീടമുണ്ട് അല്ലേ, ക്രൗൺ ഉണ്ട്. ഹൂ ആം ഐ, ഞാൻ ആരാണ്
അല്ലേ? ആരാണ്? നമ്മുടെ മരം കൊത്തി വുഡ് പെക്കറാണല്ലേ? വുഡ് പെക്കറാണ് മരത്തിൽ ഇങ്ങനെ കൊത്താറ് അല്ലേ? അപ്പം ഇതിങ്ങനെ വായിക്കുമ്പോൾ കടങ്കഥ പോലെ അല്ലേ? നമുക്ക് വായിക്കുമ്പോൾ ഞാൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടണം അല്ലേ? താഴെ ഈ പിക്ചറിലുള്ളതിൻ്റെ റിഡിൽസ് എഴുതാനാണ് പറഞ്ഞത്. ഞാൻ എഴുതിയത് എന്താണ്? ഐ ആം എ പെറ്റ് ആനിമൽ. ഞാൻ എന്താണ്? വീട്ടിൽ വളർത്തുന്ന അല്ലേ? പെറ്റായിട്ട് വളർത്തുന്ന ആനിമലാണല്ലേ? പെറ്റ്സ് ഏതൊക്കെയാണ്? ഡോഗ്, കാറ്റ്, അങ്ങനെ നമ്മളെ വിനോദത്തിന് വേണ്ടിയിട്ട് ഒരു സന്തോഷത്തിന് വേണ്ടി വളർത്തുന്ന ആനിമൽസ്, അതാണ് പെറ്റ് ആനിമൽസ്. ഞാൻ എന്താണ്? ഒരു പെറ്റ് ആനിമലാണ്. ഗോഡ് യുവർ ഹൗസിലെ വീടിനെ സംരക്ഷിക്കും. ഗോഡ് കാവൽക്കാരനായിട്ടാണ് ഞാൻ നിൽക്കുന്നത് അല്ലേ? മൈ കിഡ് ഈസ് കാൾഡ് പപ്പി. എൻ്റെ കുട്ടിയെ പപ്പി എന്ന് വിളിക്കും. ഹൂ ആം ഐ? ഞാൻ ആരാണ് അല്ലേ? ഡോഗ് അല്ലേ? ഡോഗ്. ഐ ആം ബ്ലാക്ക് ഇൻ കളർ. ഞാൻ എന്താണ്? ബ്ലാക്ക് കളറാണ്. ഐ ആം ദി ബിഗ്ഗസ്റ്റ് ആനിമൽ ഇൻ ലാൻഡ്. ലാൻഡിലുള്ള ഏറ്റവും വലിയ മൃഗമാണ്. ബിഗ്ഗസ്റ്റ് ആനിമലാണ്. ഐ ഹാവ് എ ലോങ് ട്രങ്ക്. എനിക്കെന്താണ്? നീണ്ട തുമ്പിക്കൈ ഉണ്ട്. ഹൂ ആം ഐ? ഞാൻ ആരാണ്? എലിഫൻ്റ് അല്ലേ? അപ്പോൾ എലിഫൻ്റ് എന്ന് ഉത്തരം വരുന്ന ഒരു റിഡിൽസ് അല്ലേ? ഇങ്ങനെ എന്താണ്? ഇങ്ങനെ ഞാൻ ബ്ലാക്കാണ്, ഞാനാണ് വലുതെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല അത് എലിഫൻ്റ് ആണെന്ന്. ആക്ടിവിറ്റി 7. ഹിയർ ആർ ദി പിക്ചേഴ്സ് ഓഫ് സം ആനിമൽസ് ആൻഡ് ദെയർ യങ് വൺസ്. ഇവിടെ എന്താണ്? കുറച്ച് ആനിമൽസിൻ്റെയും അവയുടെ കുട്ടികളെ യങ് വൺസിൻ്റെ പിക്ചേഴ്സ് ഉണ്ട് അല്ലേ? ആനിമലും അതിൻ്റെ ബേബിൻ്റെയും പിക്ക് ഉണ്ട്, യങ് വൺസിൻ്റെ കുട്ടികളുടെയും പിക്ചർ ഉണ്ട്. ഐഡൻറ്റിഫൈ ദം ആൻഡ് റൈറ്റ് ദി മിസ്സിംഗ് വേർഡ്സ് ഇൻ ദി സ്പേസ് ഗിവൺ. അവയെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് കണ്ടുപിടിച്ചിട്ട് സ്പേസ് ഉണ്ടാവില്ല, വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാനാണ്. 1 ഈസ് ഡൺ ഫോർ യു. ഒന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എഴുതിയിട്ടുണ്ട്. അതായത് കൗ എന്നുള്ളതിൻ്റെ, കൗവിൻ്റെ കുട്ടിക്ക് എന്ത് പറയും? നമ്മൾ കാഫ് എന്ന് പറയും അല്ലേ? അപ്പോൾ അത് ഇവിടെ തന്നിട്ടുണ്ട്. ഇനി പപ്പി, പപ്പി എന്ന് പറഞ്ഞ കുട്ടീൻ്റെ നെയിം ഇവിടെ തന്നിട്ടുണ്ട്. അതിൻ്റെ മദറിൻ്റെ പേരെന്താണ്? ഡോഗ് അല്ലേ? ഡോഗിൻ്റെ കുട്ടിയാണ് പപ്പി അല്ലേ? ഈ ആനിമലിൻ്റെ നെയിം എന്താണ്? ഡോഗ് അല്ലേ? ഡോഗിൻ്റെ കുട്ടിയാണ് പപ്പി അല്ലേ? ഇനി ഇവിടെ എന്താണ്? കാറ്റ്. ഈ ആനിമലിൻ്റെ പേര് കാറ്റ്. കാറ്റിൻ്റെ കുട്ടിക്ക് എന്താണ് പറയുക? ബേബിക്ക് എന്താണ് പറയുക? കിറ്റൻ. ഇനി എന്താണ്? ഇവിടെ എന്താണ്? കിഡ് എന്ന് തന്നിട്ടുണ്ട്. കിഡ് എന്ന് പറഞ്ഞാൽ ആരുടെ കുട്ടിയാണ്? നമ്മുടെ ഗോട്ടിൻ്റെ കുട്ടിയാണ്, ആടിൻ്റെ കുട്ടിയാണ് ഗോട്ട്. ഇനി എന്താണ്? ചിക്ക്. ചിക്ക് എന്ന് തന്നിട്ടുണ്ട്. ചിക്ക് ആരുടെ കുട്ടിയാണ്? ചിക്ക് നമ്മുടെ ബേഡ്സിൻ്റെ കുട്ടികളാണ് ചിക്ക് എന്ന് പറയുന്നത്. ഓലറ്റ്. ഓലറ്റ് എന്ന് പറയുന്നത് ആരുടെ കുട്ടിയാണ്? ഓൾ, മൂങ്ങയുടെ കുട്ടിയെയാണ് ഓലറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓൾ എന്ന് ഇവിടെ എഴുതുക. ലെറ്റ്സ് റീഡ് എ പോയം ആൻഡ് റിസൈറ്റ്. ഇവിടെ എന്താണ്? ഒരു പോം തന്നിട്ടുണ്ടല്ലേ? പോയം. ഹാപ്പിനെസ്. ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ സന്തോഷം അല്ലേ? എ സീഡ് ഈസ് ഹാപ്പി വെൻ ഇറ്റ് ബിക്കംസ് എ റൂട്ട്. ഒരു സീഡ്, ഒരു വിത്ത് എപ്പോഴാണ് ഹാപ്പി ആവുന്നത്? വെൻ ഇറ്റ് ബിക്കംസ് എ റൂട്ട്. അതൊരു റൂട്ടായി മാറുമ്പോൾ അല്ലേ? ബിക്കംസ് ആയി മാറുമ്പോൾ, എന്താകുമ്പോൾ? റൂട്ടാകുമ്പോഴാണ്. നമ്മൾ EVSൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? വിത്ത്, സീഡ് എപ്പോഴാണ്? സീഡ് ആദ്യം വിത്ത് മുളച്ചിട്ട് റൂട്ടായി മാറുമല്ലേ? ആ റൂട്ടായി മാറുമ്പോഴാണ് വിത്തിന് സന്തോഷം കിട്ടുന്നത്. എ റൂട്ട് ഈസ് ഹാപ്പി വെൻ ഇറ്റ് ബിക്കംസ് എ ബഡ് അല്ലേ? നമ്മുടെ വേര്, റൂട്ട് എപ്പോഴാണ് ഹാപ്പി ആവുന്നത്? അതൊരു ബഡായി, ഒരു മുട്ടായി മാറുമ്പോഴാണ്. എ ബഡ് ഈസ് ഹാപ്പി വെൻ ഇറ്റ് ബിക്കംസ് എ സ്റ്റെം. നമ്മുടെ ഈ ബഡ്, ഈ മുട്ട എപ്പോഴാണ് സന്തോഷവാനാവുന്നത്, ഹാപ്പി ആവുന്നത്, സന്തോഷിക്കുന്നത്? അതൊരു സ്റ്റെമ്മായി മാറുമ്പോൾ, അതിൻ്റെ തണ്ടായിട്ട് മാറുമ്പോഴാണ്. എ സ്റ്റെം ഈസ് ഹാപ്പി വെൻ ഇറ്റ് ബിക്കംസ് എ ഫ്ലവർ. ആ സ്റ്റെമ്മ്, ആ തണ്ട് എപ്പോഴാണ് ഹാപ്പി ആവുന്നത്? അതൊരു ഫ്ലവർ ആയിട്ട് മാറുമ്പോൾ, അതിലെന്താണ്? പൂക്കൾ ഉണ്ടാവുമ്പോഴാണ്, ഫ്ലവറായി മാറുമ്പോഴാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സന്തോഷമാണല്ലേ? എപ്പോഴാണ് സന്തോഷിക്കുന്നത് അല്ലേ? ആദ്യം സീഡ് മുളച്ചിട്ട് റൂട്ടാകുമ്പോഴാണ് സീഡിന് സന്തോഷം കിട്ടുന്നത്. പിന്നെ ആ റൂട്ടിന് സന്തോഷം കിട്ടണമെങ്കിൽ അതിൽ ബഡ്സ് ഉണ്ടാവണം. ആ ബഡ്സിന് സന്തോഷം കിട്ടണമെങ്കിൽ അതൊരു സ്റ്റെമ്മായി മാറണം, തണ്ടായി മാറണം. ആ തണ്ടിന്, ആ സ്റ്റെമ്മിന് സന്തോഷം കിട്ടണമെങ്കിൽ അതിൽ പൂക്കൾ ഉണ്ടാവണം അല്ലേ? അപ്പോൾ ആക്ടിവിറ്റി 8 ഈ പോയത്തോടനുബന്ധിച്ചിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. 8ാമത്തെ ആക്ടിവിറ്റി. മേക്ക് സിമിലർ സെൻറ്റൻസസ് യൂസിങ് ദി ക്ലൂസ് ഗിവൺ ബിലോ അല്ലേ? അതുപോലത്തെ സെൻറ്റൻസ്, ഇതുപോലത്തെ സെൻറ്റൻസ് ഉണ്ടാക്കാനാണ് പറഞ്ഞത്. യൂസിങ് ദി ക്ലൂസ് ഗിവൺ ബിലോ, താഴെ തന്നിട്ടുള്ള ക്ലൂകൾ ഉപയോഗിച്ചിട്ട്. ഇവിടെ കുറച്ച് ക്ലൂ തന്നിട്ടുണ്ട്, ഇതുപോലെ നമ്മൾ സെൻറ്റൻസ് ഉണ്ടാക്കാനാണ് പറഞ്ഞത്. എ ഫാദർ ബിക്കംസ് ഹാപ്പി വെൻ ഹിസ് ഫാമിലി ഈസ് സേഫ്. അതിനൊരു എക്സാമ്പിൾ, ഒരു ലൈൻ ഇവിടെ തന്നിട്ടുണ്ട്. ഫാദർ എപ്പോഴാണ് സന്തോഷവാനാവുന്നത്? എ ഫാദർ ബിക്കംസ് ഹാപ്പി. ഫാദർ സന്തോഷിക്കുന്നത് എപ്പോഴാണ്? വെൻ ഹിസ് ഫാമിലി ഈസ് സേഫ്. അവരുടെ കുടുംബം, ഫാമിലി സേഫ് ആവുമ്പോൾ, സുരക്ഷിതമാവുമ്പോഴാണ് അച്ഛനെ സന്തോഷിക്കാൻ കഴിയുക അല്ലേ? ഇനി ഇവിടെ ആരൊക്കെ തന്നിട്ടുണ്ട്? ടീച്ചർ, മദർ, ഫാദർ, ഗ്രാൻഡ് ഫാദർ, കിഡ്. അതിന് അനുയോജ്യമായ ലൈൻസ് ഇവിടെ നിന്ന് എടുത്ത് ചെയ്തിട്ട് എപ്പോഴാണ് അവർ സന്തോഷിക്കുന്നത്? ബിക്കംസ് എന്ന് പറഞ്ഞിട്ട് ഈ സെൻറ്റൻസ് യോജിപ്പിച്ച് എഴുതുക. ടീച്ചർ എപ്പോഴാണ്? ടീച്ചർ ബിക്കംസ് ഹാപ്പി എപ്പോഴാണ്? സ്റ്റുഡൻസ് ലേൺ വെൽ അല്ലേ? കുട്ടികൾ നല്ലോണം പഠിച്ചാലാണല്ലേ? മദർ ഗെറ്റ്സ് ലവ്, മദറിന് അല്ലേ? അതൊക്കെ ഒന്ന് യോജിപ്പിച്ചിട്ട് ഒരു സെൻറ്റൻസ് പോലെ ആക്കാനാണ് പറഞ്ഞത് അല്ലേ? കിഡ്സ് ഗെറ്റ് എ ടോയ് ആയിരിക്കും, കുട്ടികളോടനുബന്ധിച്ചല്ലേ അല്ലേ? ഇനി ഫാദറിൻ്റെത് ഫാമിലി സേഫ്, ഗ്രാൻഡ് ഫാദർ കെയർ കിട്ടുമ്പോഴാണ് സന്തോഷം കിട്ടുക. അങ്ങനെ ഇത് യോജിപ്പിച്ചിട്ട് നമ്മൾ ഇതുപോലത്തെ സെൻറ്റൻസ് ആക്കണം. ഓക്കെ, ഇവിടെ എന്താണ്? എ ഫാദർ ബിക്കംസ് ഹാപ്പി വെൻ ഹിസ് ഫാമിലി ഈസ് സേഫ്. ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മളെന്താണ് ഫസ്റ്റ് ടീച്ചർ, ഇവിടെ ടീച്ചറല്ല, അപ്പോൾ ടീച്ചർ, എ ടീച്ചർ ബിക്കംസ് ഹാപ്പി അല്ലേ? ഇതന്നെ എഴുതിയാൽ മതി. ആ ഫാദർ എന്നുള്ളടത്ത് നമ്മൾ ടീച്ചർ ആക്കുക. ഫാദർ എന്നുള്ളടത്ത് എ ടീച്ചർ ബിക്കംസ് ഹാപ്പി വെൻ ഹെർ
അല്ലേ. ഹിസ് എന്ന് പറഞ്ഞത് ഫാദർ ആയതുകൊണ്ടാണ് അവൻ്റെ അല്ലേ. ആണാവുമ്പോൾ ഹിസ്, പെണ്ണാവുമ്പോൾ ഹെർ അല്ലേ ചേർക്കുക. വെൻ ഹെർ എപ്പോഴാണ് അല്ലേ, എപ്പോഴാണെന്നുള്ളത് ഇതിന്ന് എടുത്ത് എഴുതുക യോജിച്ചത്. സ്റ്റുഡൻസ് ലേൺ വെൽ അല്ലേ, കുട്ടികൾ നല്ലോണം പഠിക്കുമ്പോഴാണ് ടീച്ചർ ഹാപ്പി ആവുക. ദെൻ എ മദർ ബിക്കംസ് ഹാപ്പി വെൻ ഷീ ഗെറ്റ്സ് ലവ് അല്ലേ, അവൾക്ക് സന്തോഷം ലവ് സ്നേഹം കിട്ടുമ്പോഴാണ് ഹാപ്പി ആവുന്നത്. എ ഗ്രാൻഡ് ഫാദർ ബിക്കംസ് ഹാപ്പി വെൻ ഹി ഗെറ്റ്സ് കെയർ അല്ലെ. ഗ്രാൻഡ് ഫാദർ മുത്തശ്ശന്മാരെപ്പോഴാണ് സന്തോഷിക്കുന്നത്, അവർക്ക് കെയർ കിട്ടുമ്പോൾ പരിചരണം കിട്ടുമ്പോഴാണ് അവർ സന്തോഷിക്കുന്നത്. എ കിഡ് ബിക്കംസ് ഹാപ്പി വെൻ ഹി ഗെറ്റ്സ് എ ടോയ് അല്ലേ, കുട്ടികളെപ്പോഴാണ് സന്തോഷിക്കുന്നത്, അവർക്ക് ടോയ്സ് കളിപ്പാട്ടങ്ങൾ കിട്ടുമ്പോഴാണ് അല്ലേ. ഇതേപോലെ ഈ ഫാദർ എന്നുള്ളിടത്ത് ഇവിടെ ഉള്ളത് കൊടുക്കുക, എന്നിട്ട് ഈ സെൻറ്റൻസിൻ്റെ പകരം ഇവിടെ ഉള്ളത് എടുത്ത് എഴുതുക. ഏതാണ് യോജിച്ചത് അല്ലേ, ഏതാണ് യോജിച്ചത്. എ കിഡ് ബിക്കംസ് ഹാപ്പി വെൻ ഹീ ഗെറ്റ്സ് എ ടോയ് അല്ലേ, ഗെറ്റ്സ് എ ടോയ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അവൻ എന്താണ് കളിപ്പാട്ടങ്ങൾ കിട്ടുമ്പോഴാണെന്നുള്ളത് ചേർക്കുക. ആക്ടിവിറ്റി 9, ഹിയർ ഈസ് എ ഷോർട്ട് പോം എബൌട്ട് എ പാരറ്റ്, റീഡ് ഇറ്റ്. ഇവിടെ എന്താണ് ഒരു ചെറിയ പോം ഉണ്ട് ഒരു പാരറ്റിന്, ഒരു തത്തയെ കുറിച്ചിട്ട്, അത് വായിക്കാൻ. ഗ്രീൻ പാരറ്റ് അല്ലേ, പച്ചത്തത്ത. ഗ്രീൻ പാരറ്റ് ഹൗ ഡു യു ക്രൈ അല്ലേ. ഗ്രീൻ പാരറ്റ് പച്ചത്തത്തെ നീ എങ്ങനെയാണ് കരയുന്നത്. ഹൗ ഡു യു ക്രൈ എങ്ങനെയാണ് ക്രൈ ചെയ്യുന്നത്, കരയുന്നത്. സ്ക്രീച്ച് ഗോസ് മൈ ക്രൈ അല്ലേ. സ്ക്രീച്ച് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കരയുന്നത്, ക്രൈ ചെയ്യുന്നത്. നൗ റൈറ്റ് 4 lines എബൌട്ട് എ ക്രോ, ഗിവ് എ ടൈറ്റിൽ ടു. ഇനി എന്താണ് ഒരു 4 lines ഇതുപോലെ കാക്കനെ കുറിച്ചിട്ട് എഴുതാൻ, അതിനൊരു ടൈറ്റിൽ ഹെഡ്ലൈനും വേണം. റൈറ്റ് 4 lines എബൌട്ട് എ ക്രോ, കാക്കനെ കുറിച്ചിട്ട് 4 വരികൾ ലൈൻസ് എഴുതാനാണ്. ഒരു ടൈറ്റിൽ ഒരു ഹെഡ്ലൈനും കൊടുക്കണം അല്ലേ. ബ്ലാക്ക് ക്രോ, കറുത്ത കാക്ക. ക്രോസ് ആർ ലാർജ് ബേർഡ്സ് വിത്ത് ഷൈനി ബ്ലാക്ക് ഫെദേഴ്സ് അല്ലേ. കാക്കകൾ എങ്ങനെയാണ്, വലിയ ബേർഡ്സ് ആണ്, പക്ഷികളാണ്. എന്താണ് നല്ല തിളങ്ങുന്ന കറുത്ത തൂവലുകളുണ്ട്. ഇറ്റ് സൗണ്ട്സ് ക്രോ അല്ലെ, ക്രോ എന്ന് പറഞ്ഞിട്ടാണ് കരയാറ്. ഇറ്റ് ഫ്ലൈ ഹൈ, അത് ഉയരത്തിൽ പറക്കും അല്ലേ. കാക്കനെ കുറിച്ച് 4 വരികൾ ലൈൻസ് എഴുതാനാണ് പറഞ്ഞത്. റൈറ്റ് എ സ്റ്റാൻസ എബൌട്ട് എ കാറ്റ്, ഗീവ് എ ടൈറ്റിൽ ടു. എന്താണ് ഒരു കാറ്റിനെ കുറിച്ചിട്ട്, പൂച്ചനെ കുറിച്ച് ഒരു സ്റ്റാൻസ, ഒരു പാരഗ്രാഫ് എഴുതാനാണ് പറഞ്ഞത്. ഒരു ടൈറ്റിലും വേണം അല്ലേ. ഇവിടെ പോയമായിരുന്നു തന്നിട്ടുള്ളത്, ഇവിടെ 4 ലൈൻസ് എഴുതാൻ. ഇവിടെ എന്താണ് ഒരു സ്റ്റാൻസ് എഴുതാനാണ് പറഞ്ഞത്. വൈറ്റ് ക്യാറ്റ് അല്ലേ, വെളുത്ത പൂച്ച അല്ലേ, വെളുത്തിട്ടല്ലേ ഇതിലുള്ളത്. ഐ ആം എ വൈറ്റ് ക്യാറ്റ്, ഞാൻ എന്താണ് ഒരു വെള്ള പൂച്ചയാണ്. ഐ ലൈക്ക് ടു മേക്ക് സൗണ്ട് മ്യാവ് മ്യാവ് അല്ലേ, എനിക്ക് ഈ മ്യാവ് മ്യാവ് എന്നുള്ള സൗണ്ട് ഉണ്ടാക്കാനാണ് ഇഷ്ടം. ഐ റൺ ഫാസ്റ്റ് അല്ലേ, ഞാൻ വേഗത്തിൽ ഓടും. ഐ ഈറ്റ് റാറ്റ്, ഞാൻ എന്താണ് എലികളെ തിന്നും അല്ലേ, റാറ്റിനെ ഈറ്റ് ചെയ്യും. ആക്ടിവിറ്റി 9 വരെയാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കി ആക്ടിവിറ്റീസ് എല്ലാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്. 3ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ആവശ്യമുള്ള എല്ലാ സബ്ജക്ട്സും എൻ്റെ പ്ലേലിസ്റ്റ് നോക്കിയാൽ ലഭിക്കുന്നതാണ്. ഞാൻ അതിൻ്റെ ലിങ്ക്സ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്.